Hello friends, welcome to one more session. അപ്പോൾ നമ്മൾ ഇന്ന് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ ഡിവിസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുകയാണ്. ഡിവിസിബിലിറ്റി പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതിൻ്റെ അകത്തും വരാൻ പോകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി റൂൾസ് എല്ലാം അറിയാമല്ലോ അല്ലെ? ഡിവിസിബിലിറ്റി ബൈ ന്റെ കണ്ടീഷൻ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആയിരിക്കണം അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 2, 4, 6, 8 ഇത് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ബൈ 2 ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത് ഡിവിസിബിലിറ്റി ബൈ 3 കുറിച്ചാണ്. സോ ഡിവിസിബിൾ ബൈ 3 കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിവിസിബിൾ ബൈ 3 കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് നമുക്കറിയാവുന്ന സം ഓഫ് ദ ഡിജിറ്റ്സ് ഡിജിറ്റുകളെ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി divisible by 3. Sum of digits should be divisible by 3. അതല്ലേ divisibility by 3 കണ്ടീഷൻ. നമുക്ക് divisibility by 3 ആയി 4, 5, 6, 7, 8, 9, 10 എല്ലാം കിടക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് divisibility by 3 ആയി. divisibility by 4 എന്താണ് നമുക്കറിയാം? അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് divisible by 4 ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് divisible by 4 ആയിരിക്കണം. അടുത്ത divisibility by 5 എന്താണ്? divisibility by 5 എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 10ഓ 0യോ 5ഓ ആയിരിക്കണം. സോറി, 0 or 5 ആയിരിക്കണം divisibility by 5. അതോടൊപ്പം തന്നെ divisibility by 6 എന്താണ്? the number should be divisible by both 2 and 3. 2നെ കൊണ്ടും 3യെ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അതായത് 2ന്റെ ഡിവിസിബിലിറ്റിയും അതോടൊപ്പം തന്നെ 3യുടെ ഡിവിസിബിലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം ആ നമ്പർ. അതാണ് divisibility by 6. divisibility by 7 നമുക്ക് ഇഗ്നോർ ചെയ്യാം, അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്, പ്രൈം നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊക്കെ അത് വിട്ടേക്കാം. divisibility by 8 എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് should be divisible by 8. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് divisible by 8 ആണെങ്കിൽ നമ്പർ will be divisible by 8. അടുത്ത divisibility by 9 എന്ന് പറഞ്ഞാൽ എന്താണ്? divisibility by 9 എന്ന് പറയുന്നത് സം ഓഫ് ഡിജിറ്റ്സ് ഇവിടെ divisible by 9 ആയിരിക്കണം. ജസ്റ്റ് ലൈക്ക് divisibility by 3, ഇവിടെ സം ഓഫ് ഡിജിറ്റ് ഷുഡ് ബി divisible by 9. അടുത്ത divisibility by 10 എന്ന് പറയുന്നത് എന്താണ്? divisibility by 10 എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇതാണ് divisibility by 10. അടുത്ത divisibility by 11 എന്താണ്? സം ഓഫ് നമ്പേഴ്സ് at odd and even position ആദ്യം കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 121 കണ്ടുപിടിച്ചെന്ന് വെച്ചോ. ഓക്കെ, സം ഓഫ് നമ്പേഴ്സ് അറ്റ് ഓഡ് പൊസിഷൻ 1 + 1 2, ഈവൻ പൊസിഷൻ ഒരു 2 ഉള്ളൂ അല്ലെ? അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ഷുഡ് ബി divisible by 0 or divisible by 11. That means it should be 0 or a number which is divisible by 11. ഒന്നുകൂടെ പറയാണ്, ആദ്യം നമ്മൾ ഒരു നമ്പർ തന്നിരിക്കുന്നതാണെങ്കിൽ അതിന്റെ ഓഡ് പൊസിഷൻസിലെയും ഈവൻ പൊസിഷൻസിലെയും നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ച സമ്മിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ആ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0യോ അല്ലെങ്കിൽ ഏതെങ്കിലും 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ നമ്പർ divisible by 11 ആണ്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നമ്പർ ഓഫ് 5 ഡിജിറ്റ് നമ്പേഴ്സ് divisible by 2 that can be formed from the digits 0, 1, 2, 3, 4, 5. Number of 5 digit numbers divisible by 2 that can be formed from the digits 0, 1, 2, 3, 4, 5. Okay, അപ്പൊ നമുക്ക് എല്ലാം റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് കേസിൽ കണ്ടുപിടിക്കാം. ഓക്കെ, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 5 ഡിജിറ്റ് നമ്പേഴ്സ് divisible by 2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കണം അല്ലെ? നമ്മൾ പറഞ്ഞു ഇതിന്റെ അതൊരു 0യും പെടുന്നുണ്ട്. 0 പെടുമ്പം 0യുടെ കേസ് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് 0 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന കേസ് ആദ്യം അങ്ങ് കണ്ടുപിടിക്കാം അല്ലെ? 0 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു രീതിയിൽ ഇതിനെ അങ്ങ് ഫിക്സ് ചെയ്തു. ബാക്കി
ഇവിടെ എത്ര രീതിയിൽ വരാം? റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. 0 എന്തായാലും ഫസ്റ്റ് ഡിജിറ്റിലും അല്ല, അദ്ദേഹം ബാക്കി 5 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വരാം. ഇവിടെ 4 രീതിയിൽ, ഇവിടെ 3 രീതിയിൽ, ഇവിടെ 2 രീതിയിൽ അല്ലെ. സോ ദി ആൻസർ വിൽ ബി 5 into 4 into 3 into 2 into 1, which is 5 factorial. ഇത് 5 factorial numbers, even numbers are there which ends with 0. അത് മാത്രമാണോ പോസിബിലിറ്റി? അല്ല. ഇനി ഏതൊക്കെ വരാം? 2 or 4 വരുന്ന കേസില്ലേ, 2 or 4, അതായത് ഇത് 2 രീതിയിൽ ഫിക്സ് ചെയ്യാം അല്ലെ. ഇവിടെ എത്ര രീതിയിൽ പറ്റും? 0യും പറ്റില്ല, ഇവിടെ ഏത് ഉപയോഗിച്ച് അതും പറ്റില്ല. അതായത് ബാക്കി ഇവിടെ 4 രീതിയിൽ. ഇവിടെ ഇനി 0 പറ്റും അല്ലെ. ഇവിടെ യൂസ് ചെയ്ത് പറ്റില്ല, പക്ഷെ 0 പറ്റും. അതുകൊണ്ട് 4 രീതിയിൽ, ഇവിടെ 3 രീതിയിൽ, ഇവിടെ 2 രീതിയിൽ. സോ യുൽ ഗെറ്റ് 4 into 4 into 3 into 2 into 2 എന്ന് കിട്ടി. സോ ദി ആൻസർ എത്രയാ വരുന്നത്? 16 into 3 എന്ന് പറയുന്നത് 48 into 2 എന്ന് പറയുന്നത് 96 എന്ന് 2 എന്ന് പറയുന്നത് 192 അല്ലെ. 192. The 5 factorial plus 192. 5 factorial എന്ന് പറയുന്നത് 120 ആണ്. 2 11 remainder 1. അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ തന്നെ പഠിച്ചതാണ്, 0 വരുന്ന കേസുകൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യുന്നതാണ് കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 0 വെച്ച് എൻഡ് ചെയ്യുന്ന ഈവൻ നമ്പറിനെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ബാക്കി പിന്നെ 2ലോ 4ലോ എൻഡ് ചെയ്യുന്നത് വെച്ച് കണ്ടുപിടിച്ചു. ഇവിടെ എല്ലാം റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഉത്തരം കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, അടുത്തത് ഡിജിറ്റ്സ്. അടുത്തത് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സ് 0 1 2 3 4 5 ആണ്. 5 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെ ഡിവിസിബിൾ ബൈ 3. ഡിവിസിബിൾ ബൈ 3, 5 ഡിജിറ്റ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3 ആകണം. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. ഡിവിസിബിൾ ബൈ 3 ആകണമെങ്കിൽ എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3 അല്ലെ. ടോട്ടൽ നമുക്ക് 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് 5 നമ്പേഴ്സ് വേണം. ഇപ്പൊ ആദ്യം നമുക്ക് ചിന്തിക്കാം ഏതൊക്കെ 5 നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ 0 1 2 4 5 എടുത്തു. ഇതിന്റെ സം എത്രയാണ്? ഇത് 9 plus 3 12 ആണ് അല്ലെ. പോസിബിൾ ആണല്ലോ, പോസിബിൾ ആണ്. ഈ ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ് അല്ലെ. ഇതിന്റെ അകത്ത് ഇനി എന്താണ്? ഇനി നമുക്ക് 3 മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതുള്ളൂ. ഓക്കെ, അപ്പൊ ഈ നമ്പർ വെച്ചിട്ട് ഈ ഇത്രയും നമ്പർ ഉൾപ്പെടുന്ന ഏത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും ദാറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. വൈ? ബിക്കോസ് ദ സം ഓഫ് 0 1 2 4 and 5 ഇസ് ഓൾറെഡി ഡിവിസിബിൾ ബൈ 3 അല്ലെ. ഇനി നമുക്ക് ഒരെണ്ണത്തിനെ മാറ്റിയിട്ട് വേറൊരെണ്ണം കൊണ്ടുവരുന്നിട്ട് അത് സ്റ്റിൽ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. അപ്പൊ ലോജിക്കലി ചിന്തിക്കാം, 0യെ മാറ്റിയിട്ട് 3 കൊണ്ടുവരുന്നതല്ലേ ഓൺലി പോസിബിലിറ്റി. ബിക്കോസ് 4 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 3 ആവില്ല, 5 എടുത്ത് മാറ്റിയാൽ പറ്റില്ല. 0 മാറ്റിയിട്ട് 3 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആവും. സോ 3 1 2 4 5 ഇതിന്റെ സം എന്ന് പറയുന്നത് 15 ആണ്, ഡിവിസിബിൾ ബൈ 3. ഈ രണ്ട് കോമ്പിനേഷൻ മാത്രമല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ? ഉള്ളല്ലോ, ഉള്ളു. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത്രയും നമ്പേഴ്സ് വെച്ച് എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം. ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ ഇവിടെ 0 പറ്റില്ല, ബാക്കി ഏത് 4 നമ്പേഴ്സ് വേണമെങ്കിലും പറ്റും അല്ലെ. ഇവിടെ ഇപ്പം ഇവിടെ ഏത് ഉപയോഗിച്ചോ അത് പറ്റില്ല, ബാക്കി ഏത് നമ്പർ വേണമെങ്കിലും പറ്റും. 4 പറ്റും, 3 പറ്റും, 2 പറ്റും, 1 വരും. ലാസ്റ്റ് ഡിജിറ്റ് സോറി നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. ഫൈൻ. 5 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ വേണ്ടത് അല്ലെ. ഇവിടെ 0 കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ, 0 കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 4 രീതിയിൽ, ഇവിടെ 4 രീതിയിൽ 3 2 1. So this is 4 into 4 factorial, which is 4 into 4 factorial എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. 16 6 remainder 1 96 എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടും. ഇവിടെ 96 എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടും ഫ്രം ദിസ് കോമ്പിനേഷൻ അല്ലെ. ഇവിടെ 3 1 2 4 5 വെച്ചിട്ടോ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോം ചെയ്യാലോ. 5 ഫാക്ടോറിയൽ, ഇത് ഇവിടെ 5 രീതിയിൽ, 4 രീതിയിൽ, 3 രീതിയിൽ, 2 രീതിയിൽ, 1 രീതിയിൽ, 5 ഫാക്ടോറിയൽ, അതായത് 120 നമ്പേഴ്സ് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഇത് വെച്ച് ഫോം ചെയ്യാം, 96 നമ്പേഴ്സ് ഇത് വെച്ച് ഫോം ചെയ്യാം. സോ ദി ആൻസർ വിൽ ബിക്കം 120 plus 96 611. So the answer will become 216. കാര്യം പിടികിട്ടിയല്ലോ. So the correct answer here is 216. Okay, all right. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വീണ്ടും കടക്കാം. 5 ഡിജിറ്റ് നമ്പേഴ്സ്, അടുത്ത ചോദ്യം, 5 ഡിജിറ്റ് നമ്പേഴ്സ് made by 0 1 2 3 4 5. 5 digit numbers made by 0 1 2 3 4 5 which are divisible by 4 വെച്ച് divisible ആയിട്ടുള്ള 5 digit numbers.
നമ്മൾ 4ന്റെ ഡിവിസിബിലിറ്റിയുടെ റൂൾ എന്താണ്? 4ന്റെ ഡിവിസിബിലിറ്റിയുടെ റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 4. അപ്പൊ നമുക്ക് ചിന്തിക്കാം ഏതൊക്കെ കോമ്പിനേഷനാണ് പറ്റുന്നത്. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് കേസുകളാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഏതൊക്കെ വരാം? 0യും 4ഉം വരുന്ന ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓക്കെയാണ് അല്ലെ? 4ഉം 0യും വരുന്നത് ഓക്കെയാണ്. 0യും 4ഉം കഴിഞ്ഞു. അടുത്തത് 0 വെച്ച് തുടങ്ങുന്നത് 0യും 4ഉം, അങ്ങനെ എന്താ ആ ഒരു രീതിയിൽ പോവാം. 1 വെച്ച് തുടങ്ങുന്ന 1ഉം 2ഉം പറ്റും, 1ഉം 4ഉം പറ്റില്ല, 1ഉം 5ഉം പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. 2 വെച്ച് തുടങ്ങുന്ന 2ഉം 0യും പറ്റും, 2ഉം 4ഉം പറ്റും അല്ലെ? പിന്നെ 3 വെച്ച് തുടങ്ങുന്നത് 3, 2 പറ്റും, അത് മാത്രമല്ലേ വരത്തുള്ളൂ. 3ഉം 2ഉം മാത്രമേ പറ്റുകയുള്ളൂ. 4 വെച്ച് തുടങ്ങുന്ന 40 പറ്റും, റെപ്പറ്റീഷൻ അല്ലാത്തതുകൊണ്ട് 44 പറ്റില്ല അല്ലെ? 40 പറ്റും. പിന്നെ ഏതാ പറ്റുന്ന? 5 വെച്ച് തുടങ്ങുന്ന 52 പറ്റും, 52 മാത്രമല്ലേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതായത് എത്ര കോമ്പിനേഷൻസ് പറ്റുന്നുണ്ട്? 1, 2, 3, 4, 5, 6 കോമ്പിനേഷൻസ് അല്ലെ? 1, 2, 3, 7 കോമ്പിനേഷൻസ് അല്ലെ? 7 പോസിബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് വീണ്ടും ചിന്തിക്കാം, 0യിലും 4ലും എൻട്രി ചെയ്യുന്ന എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റും? ഇവിടെ എത്ര രീതിയിൽ പറ്റും? 0യും 4ഉം ഒഴികെ ബാക്കി ഏത് വേണമെങ്കിലും പറ്റും. 4 രീതിയിൽ പറ്റും, ഇവിടെ 3 രീതിയിൽ പറ്റും, ഇവിടെ 2 രീതിയിൽ പറ്റും. സോ 4 into 3 into 2 അല്ലെ? 1ലും 2ലും വെച്ചിട്ട് നമുക്ക് എത്ര രീതിയിൽ എന്തൊക്കെ പറ്റും? 1ഉം 2ഉം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 പറ്റില്ല. ബാക്കി എത്ര രീതിയിൽ? 3 രീതിയിൽ, 2 രീതിയിൽ. ഓക്കെ, 3 into 3 into 2 രീതിയിൽ വരാനായിട്ട് പറ്റും. 3 into 3 into 2 രീതിയിൽ വരുന്നതായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ എല്ലാം കണ്ടുപിടിക്കുക. എല്ലാത്തിന്റെയും കേസുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. എല്ലാം കൂടെ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാം ചെയ്ത് സമയം കളയുന്നില്ല. കാര്യം പിടികിട്ടിയല്ലോ. ഇത്രയും കോമ്പിനേഷൻ ആണ്. ഓരോന്നിന്റെയും പോസിബിലിറ്റീസ് നിങ്ങൾ ചിന്തിച്ച് എഴുതുക. ഓക്കെ, 0യും 4ഉം വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നത്? ഇത് ഞാൻ ഇപ്പൊ 2 കേസ് കാണിച്ചു തന്നു. ബാക്കി നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു പ്രാക്ടീസ് ആയിട്ട് ചെയ്തു നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: നമ്പർ ഓഫ് 5 digit numbers divisible by 6 made using 0, 1, 2, 3, 4, 5. നമുക്കറിയാം divisible by 6 എന്ന് പറഞ്ഞാൽ it should be divisible by both 2 and 3. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? We should select the 5 digits in such a way that it should be divisible by 3. അപ്പൊ എടുക്കുന്ന 5 ഡിജിറ്റിന്റെ സം എന്ന് പറയുന്നത് divisible by 3 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇത് നേരത്തെ ചെയ്തതാണ്. ഡിജിറ്റ്സ് എടുക്കാവുന്ന ഏതൊക്കെയാണ്? 0, 1, 2, 4, 5 എടുക്കാം, അല്ലെങ്കിൽ 1, 2, 3, 4, 5 എടുക്കാം. ഈ കോമ്പിനേഷൻ മാത്രമേ നമ്മൾക്ക് പറ്റത്തുള്ളൂ എന്ന് നമുക്കറിയാം. divisible by 6 എന്ന് പറയുന്നത് divisible by 3യും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇതാണ്. ഇനി എന്താണ്? ഇനി ഇത് വെച്ചിട്ട് എത്ര ഈവൻ നമ്പേഴ്സ്, കാരണം it should be divisible by 3 and 2. സോ ഈ നമ്പേഴ്സ് വെച്ചിട്ട് എത്ര ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും? ഈവൻ നമ്പർ ആകണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് 0 വെച്ച് എൻഡ് ചെയ്യുന്നത് അങ്ങ് എടുക്കാം ഒരു രീതിയില്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 രീതിയില്, ഇവിടെ 3, 2, 1 രീതിയിൽ. സോ ദിസ് വിൽ ബി 4 ഫാക്ടോറിയൽ. ഓക്കെ, അതോടൊപ്പം തന്നെ 0 വെച്ച് എൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ 2ഉം 4ഉം വെച്ച് എൻഡ് ചെയ്യുന്നതല്ലേ? 2ഉം 4ഉം വെച്ച് എൻഡ് ചെയ്യുന്ന ഇവിടെ 2 രീതിയിൽ പറ്റും, ഇവിടെ 4 രീതിയിൽ, അല്ല 4 അല്ല, ഇവിടെ 0 ആദ്യം പറ്റത്തില്ല, ഇവിടെ ഉപയോഗിച്ചത് ഏതും പറ്റത്തില്ല. അതുകൊണ്ട് ഇത് 3 രീതിയിൽ, ഇവിടെ യൂസ് ചെയ്തതും പറ്റില്ല, ഇവിടെ യൂസ് ചെയ്തതും പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 രീതിയിൽ, 2 രീതിയിൽ, 1 രീതിയിൽ. സോ ദിസ് ഷുഡ് ബി ദി ആൻസർ. സോ ദിസ് ഷുഡ് ബി 9 into 4 അല്ലെ? 9 4s are 36. സോ ഇത് 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് 4 ഫാക്ടോറിയൽ 24 ആയിരുന്നു. അപ്പൊ ഈ നമ്പേഴ്സ് വെച്ചുള്ള കോമ്പിനേഷൻ കഴിഞ്ഞു. ഇനി ഈ നമ്പേഴ്സ് വെച്ചിട്ട് എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 4 പറ്റത്തുള്ളൂ, 2 രീതിയിൽ, പിന്നെ ഇവിടെ 4 രീതിയിൽ, 3 രീതിയിൽ, 2 രീതിയിൽ, 1 രീതിയിൽ. അതായത് 2 into 4 ഫാക്ടോറിയൽ, അതായത് 48 എന്ന് വരും. അപ്പൊ ടോട്ടൽ ആൻസർ 48 plus 24 plus 36 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ? സോ ദി ആൻസർ വിൽ ബി 48 plus 24 plus 36. This should be the final answer for you. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ? എല്ലാവർക്കും തന്നെ കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, ഓക്കെ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ഡിവിസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൗ മെനി വേർഡ്സ് can be formed using all the letters of the word pencil? പെൻസിലിന്റെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഫോം ചെയ്യാം? ആദ്യം വിത്തൗട്ട് എനി കണ്ടീഷൻ, ഒരു കണ്ടീഷനും ഇല്ലാതെ എത്ര എണ്ണം ഫോം ചെയ്യാം? 6 ലെറ്റർ വേർഡ് അല്ലേ, അതുകൊണ്ട് തന്നെ 6 ഫാക്ടോറിയൽ ആയിരിക്കണമല്ലോ ഉത്തരം. 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 720 ആയിരിക്കണം ശരി ഉത്തരം എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് എനി കണ്ടീഷൻ പെൻസിലിന്റെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റും? 720. അങ്ങനെയാണെങ്കിൽ അടുത്തത് ബി. അടുത്ത എന്ന് പറയുന്ന when n always comes before e, n ഇക്ക് മുന്നെയാണ് എപ്പോഴും തന്നെ n ഇക്ക് മുന്നേ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേസുകൾ എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്നും ഇയും എടുത്തു കഴിഞ്ഞാൽ n ഇക്ക് മുന്നേ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് 6 സ്ലോട്ട്സ് ഉണ്ട് അല്ലെ. n ബിഫോർ ഇ എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിബിലിറ്റി ആണ്. n ഇക്ക് മുന്നേ ആയിരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. എന്നും ഇയും ഒരുമിച്ച് വരണമെന്നല്ല, n ഇക്ക് മുന്നേ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ടോട്ടല് 6 സ്ലോട്ട്സ് അല്ലേ ഉള്ളത്. അപ്പൊ ഈ 6 സ്ലോട്ട്സിൽ നിന്ന് 2 സ്ലോട്ട്സ് അങ്ങ് സെലക്ട് ചെയ്യാം. ഈ 6 സ്ലോട്ട്സിൽ നിന്ന് 2 സെലക്ട് ചെയ്തു. മനസ്സിലായല്ലോ എന്തിനു വേണ്ടി? എന്നിനെയും ഇയെയും വെക്കാൻ. ആ സെലക്ട് ചെയ്യപ്പെട്ട 2 സ്ലോട്ട്സിൽ എന്നിനെയും ഇയെയും എത്ര രീതിയിൽ വെക്കാൻ സാധിക്കും? ആ സെലക്ട് ചെയ്യപ്പെട്ട 2 സ്ലോട്ട്സിൽ എന്നിനെയും ഇയെയും ഒറ്റ രീതിയിൽ വെക്കാൻ പറ്റൂ. അത് ഏത് രീതിയാ? n ഇയെക്കാട്ടിലും മുന്നേ വരുന്ന രീതി അല്ലെ. ഇപ്പൊ ഞാൻ ഇതും എടുത്തു കഴിഞ്ഞാൽ എന്നും ഇയും ഷുഡ് ബി ഹിയർ ലൈക്ക് ദിസ്. ദാറ്റ്സ് ദ ഓൺലി പോസിബിലിറ്റി. ഈ 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? 2 സ്ലോട്ട് സെലക്ട് ചെയ്തു, അവിടെ കൊണ്ട് എന്നിനെയും ഇയെയും വെച്ചു. Okay, so selecting 2 slots, keeping n and e there. അത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? 4 സ്ലോട്ടും ഉണ്ട്, 4 ലെറ്റേഴ്സും ഉണ്ട്. അവരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 4 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. So the final answer will become 6c2 into 4 factorial. 6c2 into 4 factorial എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഉത്തരമായിട്ട് ഇവിടെ വരാൻ പോകുന്നത്. കാര്യം എല്ലാവർക്കും പിടികിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് ചോദിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് when n and e comes together, അതായത് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ്, എന്നും ഇയും ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ. അതായത് n ആദ്യം വരാം, ഈ രണ്ടാമത് വരാം, ഈ n ആയിരിക്കണം, പക്ഷെ രണ്ടും അടുത്തടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ നമുക്ക് സ്ട്രിംഗ് മെത്തേഡില് എന്നിനെയും ഇയെയും നമുക്ക് സ്ട്രിംഗ് മെത്തേഡ് അല്ല, എന്നിനെയും ഇയെയും നമുക്ക് ഒരുമിച്ച് വെക്കാം. എന്നിനെയും ഇയും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? ബാക്കി 4 പേരുണ്ട് അല്ലെ. ഈ എന്നും ഇയുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു സാധനവും ബാക്കി 4 പേരെയും കൂടെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ആ കാര്യം പിടിയിട്ടില്ല. എന്നിനെയും ഇയെയും അങ്ങ് ഒരുമിച്ച് വെച്ചു, ബാക്കിയുള്ള സ്ലോട്ടിൽ 4 പേരുണ്ട്. ആ 4 പേരും എന്നും ഇയും ഒരുമിച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ രീതിയിൽ. കഴിഞ്ഞോ? ഇല്ല. ഫോളോഡ് ബൈ ദാറ്റ് എന്നിന്റെയും ഇയുടെയും അറേഞ്ച്മെന്റ്, n ആദ്യവും ഈ രണ്ടാമതും, അല്ലെങ്കിൽ ഈ ആദ്യവും n രണ്ടാമതും വരാലോ. അതിനെ എത്ര രീതിയിൽ ചെയ്യാം? into 2 രീതിയിൽ ചെയ്യാം. So the answer will become 5 factorial into 2. This should be the answer. കാര്യം പിടിയിട്ടില്ലോ? 5 factorial into 2 എന്നുള്ളതാണ് ആൻസർ. അടുത്തത് നമ്മുടെ ഡി പാർട്ട് എന്ന് പറയുന്നത് where word starts with n, when the word starts with n and ends with e. എന്നിൽ തുടങ്ങി ഈയിൽ അവസാനിക്കപ്പെടുന്ന കേസുകൾ. എന്നിൽ തുടങ്ങി ഈയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ എന്നും ഇയും ഫിക്സ്ഡ് ആണ്. ഇവിടെ ഒരു രീതിയിലെ ഫസ്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റൂ, ഇവിടെ ഒരു രീതിയിലേ പറ്റും. ബാക്കി 4 ലെറ്റേഴ്സിനെ 4 ബോക്സുകളിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 4 ഫാക്ടോറിയൽ. സോ ദി ആൻസർ വിൽ ബിക്കം 4 ഫാക്ടോറിയൽ ഇയർ. കാര്യം പിടികിട്ടിയല്ലോ? 4 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ എല്ലാവർക്കും ഇത്രയും ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഡിവിസിബിലിറ്റിയും കണ്ടു, വേർഡ് പ്രോബ്ലംസിന്റെ കുറച്ച് തുടക്കം തുടങ്ങി, വേർഡ്
റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ഇനിയും വരുന്നുണ്ട്. ഇന്റർവ്യൂ പ്രോബ്ലം വരുന്നുണ്ട്, ബോർഡ് പ്രോബ്ലം വരുന്നുണ്ട്, സ്റ്റേഷൻ പ്രോബ്ലം വരുന്നുണ്ട്, അങ്ങനെ ജഗപ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഇതൊരു ലേണിംഗ് പാർട്ടായിട്ട് എടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.